നമസ്കാരം, ഞാൻ ശ്രീകുട്ടി. പ്രധാന വാർത്തകൾ. കാഞ്ഞിരപ്പള്ളിക്ക് അഭിമാന നിമിഷം. ഡോക്ടർ ബി.ആർ. അംബേദ്കറിന്റെയും അക്കാമ ചെറിയാന്റെയും പൂർണ്ണകായ പ്രതിമകൾ സഹൃദയ വായനശാല അങ്കണത്തിൽ. കാഞ്ഞിരപ്പള്ളിക്കാരുടെ അഭിമാനം വാനോളം ഉയർന്നെന്ന് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്. കോട്ടയം മൂലേടം റെയിൽവേ മേൽപ്പാലം BMDC നിലവാരത്തിൽ നവീകരിച്ചു. ഗതാഗതത്തിന് തുറന്നു. നവീകരിച്ചത് 1/2 കിലോമീറ്റർ ദൂരം. സംസ്ഥാനത്തെ ലേണിംഗ് ടെസ്റ്റ് പരിഷ്കരണം പിൻവലിക്കണമെന്ന ആവശ്യം. ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി പ്രതിഷേധത്തിൽ. റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് മാർച്ച്. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജ് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് അനുവദിക്കുമെന്ന് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA. കാഞ്ഞിരപ്പള്ളി ബ്ലോക്കിന്റെ നൈപുണ്യ പരിശീലനം പൂർത്തിയാക്കിയത് 175 വിദ്യാർത്ഥികൾ. വാർത്തകൾ വിശദമായി. ഡോക്ടർ B.R. അംബേദ്കറിന്റെയും അക്കാമ ചെറിയാന്റെയും പൂർണ്ണകായ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടതിലൂടെ കാഞ്ഞിരപ്പള്ളിക്കാരുടെ അഭിമാനം വാനോളം ഉയർന്നെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്. കാഞ്ഞിരപ്പള്ളി സഹൃദയ വായനശാല അങ്കണത്തിൽ സ്ഥാപിച്ച പ്രതിമകൾ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽപ്പെടുത്തി കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സഹൃദയ വായനശാല അങ്കണത്തിൽ രാഷ്ട്രശില്പി ഡോക്ടർ B.R. അംബേദ്കറിന്റെയും കേരളത്തിന്റെ ഝാൻസി റാണി അക്കമ്മ ചെറിയാന്റെയും പൂർണ്ണകായ പ്രതിമകൾ സ്ഥാപിച്ചു. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് അജിത രതീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് പ്രതിമകൾ അനാച്ഛാദനം ചെയ്തു. ഡോക്ടർ B.R. അംബേദ്കറിന്റെയും അക്കമ്മ ചെറിയാന്റെയും പൂർണ്ണകായ പ്രതിമ കാഞ്ഞിരപ്പള്ളിയിൽ അനാച്ഛാദനം ചെയ്യപ്പെട്ടതിലൂടെ ഇന്ത്യയുടെയും കേരളത്തിന്റെയും അഭിമാന സ്തംഭങ്ങളായ ഈ മഹത് വ്യക്തിത്വങ്ങൾക്ക് കാഞ്ഞിരപ്പള്ളിയുടെ മണ്ണിൽ സ്മാരകം ഉയർത്തിയതിലൂടെ കാഞ്ഞിരപ്പള്ളിക്കാരുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ചതായി ഡോക്ടർ എൻ ജയരാജ് MLA അഭിപ്രായപ്പെട്ടു. ഒരു അക്ഷരമുറ്റത്ത് തീർച്ചയായും അക്ഷരം എന്ന് പറയുന്നത് ഒരുപക്ഷെ അറിവാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ അടിമത്തത്തിൽ നിന്ന് നമ്മുടെ ഭാരതത്തിന്റെ മോചനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് നിർവഹിച്ചത്. നമുക്ക് ലോകത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവ് നേടിയപ്പോഴാണ് ജനാധിപത്യത്തെക്കുറിച്ചും നവോത്ഥാനത്തെക്കുറിച്ചുമൊക്കെയുള്ള മഹത്തരമായ ആശയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നത് അറിവിൻ്റെ വഴിത്താരകളിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ 2 മുഖങ്ങൾ, വളരെ വ്യത്യസ്തമായ 2 പ്രവർത്തനത്തിൻ്റെ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അവരുടെ പൂർണ്ണകായ പ്രതിമ ഈ മന്ദിരത്തിൻ്റെ മുറ്റത്ത് സ്ഥാപിക്കുമ്പോൾ അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ചരിത്രാവതരണം നടത്തി. ഡോക്ടർ B.R. അംബേദ്കറും അക്കമ്മ ചെറിയാനും രാജ്യത്തിന് വ്യത്യസ്ത രീതിയിൽ നൽകിയ സംഭാവനകൾ തങ്കലിപികളിൽ രേഖപ്പെടുത്താൻ കഴിയുന്നതാണെന്ന് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പറഞ്ഞു. ഓരോ പ്രസിഡന്റിനെയും സബ്സിഡിയുടെ പോലീസും പട്ടാളവും ചേർന്ന് ജയിലിൽ അടയ്ക്കുമ്പോൾ നേതൃത്വം നൽകാൻ മറ്റാളുകൾ വന്നു. അങ്ങനെയാണ് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ 12ാമത്തെ പ്രസിഡന്റായി 1938 അക്കമ്മ ചെറിയാൻ നിയോഗിക്കപ്പെടുന്നത്. അക്കമ്മ ചെറിയാൻ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജാവിനെ നേരിട്ട് കണ്ട് നിവേദനം സമർപ്പിക്കുന്നതിന് വേണ്ടി തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലേക്ക് നടത്തിയ മാർച്ചടക്കം ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ ചരിത്രത്തിൽ തങ്കത്താളുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. ആ സമര പോരാട്ടത്തെ പോലീസ് തടയുകയും ബായണറ്റും തോക്കുമായി നേരിട്ട് തിരുവിതാംകൂർ പട്ടാളത്തോട് എന്റെ നെഞ്ചിലേക്ക് വെടിയുതിർക്കാതെ എന്റെ പിന്നാലെയുള്ള ഒറ്റ കോൺഗ്രസ് പ്രവർത്തകനെയും തൊടാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ധീരോദാത്തം പ്രഖ്യാപിച്ച ആ ധീരവനിതയുടെ പേരാണ് അക്കമ്മ ചെറിയാൻ. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി, ജില്ലാ പഞ്ചായത്ത് അംഗം ജെസ്സി ഷാജൻ, TJ മോഹനൻ, ജയശ്രീ ഗോപിദാസ്, ഷക്കീല നസീർ, TS കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കോട്ടയം മൂലേടം റെയിൽവേ മേൽപ്പാലം ആധുനിക നിലവാരത്തിൽ നവീകരിച്ച് ഗതാഗതത്തിന് തുറന്നു നൽകി. മേൽപ്പാലത്തിന്റെ 1/2 കിലോമീറ്ററോളം ദൂരമാണ് നവീകരിച്ചത്. കോട്ടയം മൂലേടം റെയിൽവേ മേൽപ്പാലം ആധുനിക നിലവാരത്തിൽ നവീകരിച്ച് ഗതാഗതത്തിനായി തുറന്നു നൽകി. ചൊവ്വാഴ്ച രാവിലെ ആരംഭിച്ച ടാറിംഗ് വൈകുന്നേരം 4 മണിയോടെ പൂർത്തീകരിച്ചാണ് ഗതാഗതത്തിനായി തുറന്നു നൽകിയത്. ആധുനിക നിലവാരത്തിൽ ടാറിംഗ് നടത്തുന്നതിന്റെ ഭാഗമായി BM&BC നിലവാരത്തിലാണ് മേൽപ്പാലത്തിന്റെ 500 മീറ്ററോളം റോഡ് നവീകരിച്ചത്. വരും ദിവസങ്ങളിൽ ദിവാൻ കവല മുതൽ ഗസ്റ്റ് ഹൌസ് വരെയുള്ള ഭാഗവും BM&BC നിലവാരത്തിൽ ടാർ ചെയ്യും. ബജറ്റ് ഫണ്ട് ഉപയോഗിച്ച് മണിപ്പുഴ മുതൽ പുന്നയ്ക്കൽ ചുങ്കം വരെയുള്ള റോഡ് പരമാവധി വീതിയിൽ 5 മാസം കൊണ്ട് നവീകരിക്കുമെന്നും കരാറുകാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മോട്ടോർ വാഹന വകുപ്പിൽ നടപ്പാക്കിയ ലേണിംഗ് ടെസ്റ്റ് പരിഷ്കരണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി സംസ്ഥാന വ്യാപകമായി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി. കോട്ടയത്ത് നടന്ന ധർണ മുൻ ഗതാഗത വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
മോട്ടോർ വാഹന വകുപ്പിൽ നടപ്പിലാക്കിയ ലേണിംഗ് ടെസ്റ്റ് പരിഷ്കരണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ചു. ലേണിംഗ് ടെസ്റ്റ് പരിഷ്കാരം നടത്തുന്നതിനു മുൻപ് അതുമായി ബന്ധപ്പെട്ട റോഡ് സേഫ്റ്റി അതോറിറ്റി, നാറ്റ്പാക് തുടങ്ങിയവരുമായി യാതൊരു പഠനവുമില്ലാതെയും യാതൊരു ആലോചനയുമില്ലാതെയുമാണ് പരിഷ്കരണം കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി പറയുന്നു. പരിഷ്കരണം കൊണ്ടുവരുന്നതിന് മുൻപ് RTO ഓഫീസുകളിൽ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, കമ്പ്യൂട്ടറുകളുടെ സൗകര്യങ്ങൾ ഒരുക്കുകയും പരിഷ്കരിച്ച ചോദ്യങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ആദ്യമേ പ്രസിദ്ധീകരിച്ച അപേക്ഷകർക്ക് പഠിക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കണം. കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസിനായി യാതൊരു വിദ്യാഭ്യാസ യോഗ്യതയും CMVRൽ നിശ്ചയിച്ചിട്ടില്ല എന്നിരിക്കെ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് പോലും ഈ പരീക്ഷ എഴുതി പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്നും ആരോപിച്ചാണ് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കളക്ടറേറ്റുകൾക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തിയത്. കോട്ടയത്ത് കളക്ടറേറ്റിന് മുൻപിൽ നടന്ന ധർണ മുൻ ഗതാഗത വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. നിയമപരമായി ജീവിക്കുന്ന ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്, അവർക്ക് പ്രയാസങ്ങളില്ലാതെ തന്നെ ഈ കാര്യം അവർ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ നിയമങ്ങൾ കൊണ്ടുവന്നത് ഇവരെ എല്ലാം വിഷമിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഡ്രൈവേഴ്സിന് ഇതിൻ്റെ ഫീസും കൂട്ടിയിട്ടുണ്ടല്ലേ? എത്ര ശതമാനം വർധനവ്? സംഘടനാ നേതാക്കളായ ബെന്നി മാത്യു, ജ്യോതിഷ, SH റോയി, മധു, ഗോപകുമാർ KR തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജ് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് അനുവദിക്കുമെന്ന് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നൈപുണ്യ പരിശീലന പരിപാടിയുടെ സമാപന സമ്മേളനവും സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിക്കുകയായിരുന്നു MLA. വിജ്ഞാന കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിൽ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് അനുവദിക്കുമെന്നും അതിലൂടെ വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം സംരംഭം എന്ന ആശയം നടപ്പിലാക്കാൻ സാധിക്കുമെന്നും അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന നൈപുണ്യ പരിശീലന പരിപാടിയുടെ സമാപന സമ്മേളനവും സർട്ടിഫിക്കറ്റ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ഭാവി പുരോഗതിക്ക്, വളർച്ചയ്ക്ക് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഇതിന്റെ ഭാഗമാക്കായ ഓരോ ചെറുപ്പക്കാരുടെയും യുവാക്കളുടെയും ഭാവി ഭാസുരമാക്കുന്നതിനും സാമൂഹ്യ പുരോഗതിക്കും രാഷ്ട്ര പുനർനിർമ്മാണത്തിനും ഒക്കെ ഏറെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ നടപ്പിലാക്കുന്നത്. നമുക്ക് ഉൽപാദന പ്രക്രിയയിലൂടെ നമുക്ക് വളർച്ച കൈവരിക്കാൻ കഴിയും. അതിലൂടെ നമുക്ക് നമ്മുടെ പ്രതിശീർഷ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുള്ളൂ. അതിലൂടെ നമുക്ക് തൊഴിൽ സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. ഫുഡ് പ്രൊഡക്ഷൻ, ബ്യൂട്ടീഷ്യൻ കോഴ്സ്, റബ്ബർ ടെക്നോളജി, പ്ലാസ്റ്റിക് ടെക്നോളജി, അഗ്രോ ഫുഡ് ലാബ് എന്നീ കോഴ്സുകളിൽ 175 വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങി. വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളിൽ അവർ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു. പരിശീലനം നേടിയവരിൽ ഏതാനും വിദ്യാർത്ഥികൾ ഇതിനോടകം വ്യവസായം ആരംഭിക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ കുട്ടികൾ വൈകാതെ സംരംഭങ്ങൾ ആരംഭിച്ച് വരുമാനം നേടിത്തുടങ്ങുമെന്ന് സംഘാടകർ പറയുന്നു. വിദഗ്ധ പരിശീലനം നേടിയ വിദ്യാർത്ഥികൾ തന്നെ നടത്തുന്ന ബ്യൂട്ടി പാർലർ കോളേജിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സാമ്പത്തിക സഹായത്തോടെ ഉടൻ ആരംഭിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വ്യവസായ വകുപ്പ് മേധാവി രാകേഷ് KK, പ്രിൻസിപ്പൽ ഡോക്ടർ സീമോൻ തോമസ്, ഡോക്ടർ ജോജോ ജോർജ്, ഫാദർ മനോജ് പാലക്കുടി, വ്യവസായ വകുപ്പ് മേധാവികളായ ലോറൻസ് മാത്യു, KK ഫൈസൽ, കോർഡിനേറ്റർ ഡോക്ടർ റാണി അൽഫോൻസ ജോസ് തുടങ്ങിയവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. മണർകാട് ഐലേറ്റു നടയിൽ പിക്കപ്പ് വാനുകൾ കൂട്ടിയിടിച്ചു. മണർകാട് സൈഡിൽ നിന്നും കോട്ടയം ഭാഗത്തേക്ക് പോകുകയായിരുന്ന പിക്കപ്പ് വാൻ മറ്റൊരു പിക്കപ്പുമായി ഇടിച്ച ശേഷം സൈഡിലുള്ള മരത്തിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. ആർക്കും പരിക്കില്ല. സമീപത്തുള്ള ബജിക്കടയിൽ ഉണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും ബജിക്കട നടത്തുന്നവരും തലനാടിരയ്ക്ക് രക്ഷപ്പെട്ടു. KMPSന്റെയും കോട്ടയം BCM കോളേജിലെ സോഷ്യൽ വർക്ക് വിഭാഗത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഓപ്സ്റ്റാർ 2025 എന്ന പേരിൽ സോഷ്യൽ വർക്ക് സ്റ്റുഡൻസ് കോൺഗ്രസ് നടത്തുന്നു. വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന പരിപാടി ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ഉദ്ഘാടനം ചെയ്യുമെന്ന് കോളേജ് ഭാരവാഹികൾ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വർഷത്തെ നമ്മുടെ ഓപ്സ്റ്റിയയുടെ പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞല്ലോ, BCM കോളേജിൽ 7-ാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതേപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവി സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കും. നമുക്ക് ഈ വർഷം ഒത്തിരി കോമ്പറ്റീഷൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ വർക്ക് കുട്ടികൾക്കായിട്ട് വോക്കാത്തോൺ, അതേപോലെ തന്നെ ഫോട്ടോ സ്റ്റോറി, പ്രോജക്ട് പ്രപ്പോസൽ, പേപ്പർ പ്രസന്റേഷൻ, തീം ബേസ്ഡ് എക്സിബിഷൻ, എസ്റ്റമർ കോമ്പറ്റീഷൻ, ബെസ്റ്റ് സോഷ്യൽ വർക്കർ എന്നിങ്ങനെ വിവിധ മത്സരങ്ങൾ ഓപ്സ്റ്റയുടെ ഭാഗമായിട്ട് നമ്മൾ നടത്തപ്പെടുന്നു.
പാലാ ബൈപ്പാസിൽ അപകടം പതിവായി. ഊരശാല നാൽക്കവലയിൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. പാലാ ബൈപ്പാസിൽ ഊരശാല നാൽക്കവലയിൽ അപകടങ്ങൾ പതിവാകുന്നു. നിരവധി അപകടങ്ങളുണ്ടായ ഇവിടെ സൈൻ ബോർഡ് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇന്നലെ ഇവിടെ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവർക്കും ബൈക്ക് യാത്രക്കാരനും സാരമായ പരിക്കേറ്റു. ഏറ്റുമാനൂർ പൂഞ്ഞാർ ഹൈവേയിൽ ഊരശാല ജംഗ്ഷനിൽ നിന്നും ബൈപ്പാസിലേക്ക് വന്ന ഓട്ടോയും ബൈപ്പാസിൽ കൂടി പോയ ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ബൈപ്പാസ് ജംഗ്ഷനുകളിൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന നിരന്തരമായ ആവശ്യത്തോടെ അധികൃതർ നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. 3 മാസം മുമ്പ് ഇവിടെ ഓട്ടോയും കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരുന്നു. അപകടം പറ്റിയ ഓട്ടോ ഡ്രൈവർ ഇപ്പോഴും ചികിത്സയിലാണ്. ബൈപ്പാസിലെ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അധികാരികളെ സമീപിച്ചുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ബൈപ്പാസിലേക്ക് വരുന്ന എല്ലാ ലിങ്ക് റോഡുകളിലും ബമ്പുകൾ സ്ഥാപിക്കുക, റോഡിൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കുക, ബൈപ്പാസിൽ കൂടി വരുന്ന വാഹനങ്ങളുടെ സ്പീഡ് നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായി നാട്ടുകാർ സമരത്തിന് ഒരുങ്ങുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലാ. രാമപുരം പഞ്ചായത്തിൽ 16 ലക്ഷം രൂപയുടെ പോത്തിൻകുട്ടികളെ വിതരണം ചെയ്തു. 80 പേർക്കാണ് പോത്തിൻകുട്ടികളെ നൽകിയത്. രാമപുരം പഞ്ചായത്തിന്റെ 2025-26 ജനകീയ ആസൂത്രണ പദ്ധതിയിൽപ്പെടുത്തി 16 ലക്ഷം രൂപ മുടക്കി കർഷക ഉദാഹരണത്തിനായി പോത്തിൻകുട്ടികളെ വിതരണം ചെയ്തു. 50% സബ്സിഡിയോട് കൂടിയാണ് വിതരണം നടത്തിയത്. 9,000 രൂപ ഗുണഭോക്തൃ വിഹിതം പഞ്ചായത്തിലടിച്ച് അപേക്ഷ നൽകിയ 80 പേർക്കാണ് പോത്തിൻകുട്ടികളെ വിതരണം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ മാത്തച്ചൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, ഇന്ന് രാമപുരം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരവും സന്തോഷകരവുമുള്ള ഒരു ദിവസമാണ്. നമുക്കറിയാം, കർഷകരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി, ക്ഷീരമേഖലയെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ഏകദേശം 16 ലക്ഷം രൂപ മുടക്കി നമ്മൾ പോത്തുകുട്ടിയുടെ വിതരണോദ്ഘാടനം ഇവിടെ നടത്തുകയാണ്. 50% സബ്സിഡിയോടുകൂടി നടത്തപ്പെടുന്ന ഈ പദ്ധതിയിൽ വളരെയധികം ആൾക്കാർ ഇവിടെ വാങ്ങിക്കുന്നതിനായി എത്തിയിട്ടുണ്ട്. അപേക്ഷ നൽകിയ എല്ലാവർക്കും തന്നെ ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള അവസരവുമുണ്ട്. കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി രാമപുരം ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കിയ പദ്ധതികളിൽ ചിലത് മാത്രമാണിത്. പഞ്ചായത്ത് മെമ്പർമാരായ കെ ശന്താറ, മനോജ് ചിങ്കലൽ, റൂബി ഉടുപുഴ തുടങ്ങിയവർ പ്രസംഗിച്ചു. 18 വാർഡുകളിലായി 5 ലക്ഷം രൂപ മുതൽ മുടക്കി വനിതകൾക്ക് മുട്ടക്കോഴി വിതരണം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞിരപ്പള്ളിക്ക് അഭിമാന നിമിഷം. ഡോക്ടർ BR അംബേദ്കറിന്റെയും അക്കാമ ചെറിയാന്റെയും പൂർണ്ണകായ പ്രതിമകൾ സഹൃദയ വായനശാല അങ്കണത്തിൽ. കാഞ്ഞിരപ്പള്ളിക്കാരുടെ അഭിമാനം വാനോളം ഉയർന്നെന്ന് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ്. കോട്ടയം മൂലയിടം റെയിൽവേ മേൽപ്പാലം BMDC നിലവാരത്തിൽ നവീകരിച്ചു. ഗതാഗതത്തിന് തുറന്നു. നവീകരിച്ചത് 1/2 കിലോമീറ്റർ ദൂരം. സംസ്ഥാനത്തെ ലേണിംഗ് ടെസ്റ്റ് പരിഷ്കരണം പിൻവലിക്കണമെന്ന ആവശ്യം. ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി പ്രതിഷേധത്തിൽ. റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് മാർച്ച്. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജ് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് അനുവദിക്കുമെന്ന് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA. കാഞ്ഞിരപ്പള്ളി ബ്ലോക്കിന്റെ നൈപുണ്യ പരിശീലനം പൂർത്തിയാക്കിയത് 175 വിദ്യാർത്ഥികൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.